വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു മിനി ട്രാവൽ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ രാജസ്ഥാനിൽ നിന്ന് പോയൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് ജയ്പൂരിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചൗക്കിദാനി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചൊരു ട്രഡീഷണൽ വില്ലേജ് റിസോർട്ടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, അതിൻ്റെ ഗ്രാൻഡ് എൻട്രൻസ് ആണ് വരുന്നത്. അതായത് ഈ ഒരു എൻട്രൻസ് എന്ന് വെച്ചാൽ തന്നെ ഒരു ട്രഡീഷണൽ രാജസ്ഥാനി ആർക്കിടെക്ചറാണ് വരുന്നത്. രാത്രിയൊക്കെ ആകുമ്പോൾ ഫുൾ ലൈറ്റ്സ് ആയിരിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജസ്ഥാനി വില്ലേജിൽ പോയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ പോകുമ്പോൾ കിട്ടുക. അതായത് ഇവിടുത്തെ കൾച്ചറൽ ഫോക്ക് ഡാൻസസ് കാണാൻ പറ്റും. പിന്നെ ഹൗസസ് ഒക്കെ ആണെങ്കിലും മഡ് ഹൗസ് ആയിരിക്കും. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണെങ്കിലൊക്കെ ആ ഒരു ട്രഡീഷണൽ രീതിയിലായിരിക്കും നമ്മൾ കഴിക്കുക. രാജസ്ഥാനി താലി, അവിടുത്തെ ഫുഡ് ഐറ്റംസ്, ഇങ്ങനൊരു സെറ്റപ്പാണ് വരുന്നത്. അതായത് ഫുൾ ലൈറ്റ്സ് ആയിരിക്കും, പിന്നെ കാൻഡിൽസ് കൊണ്ടുള്ള ലൈറ്റ്സ്, പിന്നെ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ തന്നെയും എന്താ പറയുക, ഈ ഇല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്ലേറ്റ്സിലൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ടേസ്റ്റ് നമുക്കിപ്പം ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ അതാണ് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പം എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. പിന്നെ നമ്മൾ ഫുഡ് അധികവും ഫുൾ കഴിച്ച് തീർക്കണം എന്നാണ് പറയുക. ഓരോരോ ഭാഗമായിട്ടാണ്, ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഫുഡ് ഐറ്റംസ് വരിക. പിന്നെ അവിടുത്തെ മാർക്കറ്റ്സ് ഉണ്ടാവും. നമുക്ക് ചെരുപ്പ് വേണമെങ്കിൽ വാങ്ങാം, ഡ്രസ്സ് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ കുറേ ആർട്ട് ഫോംസ് കാണാൻ പറ്റും. കുറേ ഗെയിംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പാവകൂത്ത് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തീ കൊണ്ടൊക്കെ ഇങ്ങനെ കളിക്കുന്ന പഴയ കാലത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ ഗെയിംസും ആർട്ട് ഫോംസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലേജിൽ പോയ സെയിം എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം റേറ്റ് കൂടിയതാണെങ്കിൽ കൂടിയ നമുക്ക് ഫുൾ എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ് നമുക്കിവിടെ നിന്ന് കിട്ടും. കാരണം ഓരോ കൾച്ചറൽ ആർട്ട് ഫോംസ് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ കുറേ ഗെയിംസ് ഉണ്ട്. പിന്നെ നമുക്ക് പോട്രി പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം, കൈനോട്ടം. പിന്നെ മാർക്കറ്റ്സ് ആണെങ്കിൽ കൂടിയും നമുക്ക് എന്താ പറയുക, അവിടുത്തെ മാർബിൾ കൊണ്ടുള്ള ഓരോ ഐറ്റംസ്, കിച്ചണിലേക്കുള്ള ഐറ്റംസ്, പിന്നെന്താ പറയുക, അതേപോലെ തന്നെ കുറേ ഡ്രസ്സിൻ്റെ ഐറ്റംസ്, ഷൂസ്, അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള രാജസ്ഥാനി ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുറേ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഷോപ്സൊക്കെ ആണെങ്കിലും ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഫയർ കൊണ്ടുള്ള ഗെയിം. നമ്മൾ സാധാരണ പഴയ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രാത്രിയൊക്കെ പറയുകയാണെങ്കിൽ രാജസ്ഥാനിൽ അത്യാവശ്യം തണുപ്പുള്ളൊരു സമയമാണ്. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഡാൻസ് ഫോംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും രാജസ്ഥാനിലോ ജയ്പൂരിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. പിന്നെ രാജസ്ഥാനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കളർഫുള്ളാണ്. ഔട്ട്ഫിറ്റ്സൊക്കെ നോക്കുകയാണെങ്കിലും അതേപോലെ നമ്മൾ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിലൊക്കെ നല്ല കളർഫുള്ളാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ മിനി മ്യൂസിയംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ചെറിയ ഈ മിനി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.